മൂന്നാഴ്ചക്കിടെ യുദ്ധം അവസാനിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾക്കിടെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം തുടരുകയാണ് ഇറാൻ. ഡ്രോൺ ആക്രമണത്തിൽ കുവൈത്ത് വിമാനത്താവളത്തിൽ വൻ തീപിടുത്തം. യുഎഇയിൽ മിസൈൽ അവശിഷ്ടം പതിച്ച് ബംഗ്ലാദേശ് സ്വദേശി കൊല്ലപ്പെട്ടു. ബഹ്റൈനിലും സൗദിയിലും ഇറാന്റെ ആക്രമണമുണ്ടായി. കരാറില്ലെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കിട്ടിയാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് ഇറാന്റെ നിലപാട്. എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, കരാറില്ലെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് അമേരിക്ക പറയുന്നത്. അതേസമയം തന്നെയാണ് ട്രംപ് നേരത്തെ പറഞ്ഞത് സമവായ ചർച്ചകൾക്കും സമാധാനത്തിനും വേണ്ടി ഇറാൻ യാചിക്കുന്ന നിലപാടുണ്ട് എന്നുള്ളത്. കുവൈത്ത് വിമാനത്താവളം തുടർച്ചയായി ആക്രമണത്തിനിടയാവുകയുമാണ്. തീർച്ചയായും മാധു, ഒരു മാസങ്ങൾക്ക് ശേഷവും ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഇറാൻ തുടരുകയാണ്. ഇന്ന് പുലർച്ചെയാണ് കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. അവിടെ ഇന്ധന ടാങ്ക് ലക്ഷ്യമിട്ടാണ് ഇറാൻ ഡ്രോണുകൾ അയച്ചത്. ഈ ഒരു ആക്രമണത്തിൽ അവിടെ വലിയ തോതിലുള്ള തീപിടുത്തമുണ്ടായി. പക്ഷേ ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്നാണ് കുവൈറ്റ് വാർത്താ ഏജൻസി ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, യുഎഇയിലുണ്ടായ ആക്രമണമാണ്. യുഎയിലെ ഫുജേറയിലെ ഈ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഒരു ബംഗ്ലാദേശ് സ്വദേശി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതോടെ യുഎയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 15 ഉയർന്നിരിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ ബഹ്റൈനിലും ഇന്ന് രാവിലെ തുടർച്ചയായ ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഈ ശക്തമായ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഓഫീസ് കെട്ടിടത്തിന് തീപിടുത്തമുണ്ടായി. ഈ തീ നിയന്ത്രണ വിധേയമാക്കി എന്നാണ് സിവിൽ ഡിഫൻസ് വിഭാഗം അല്പസമയം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയെ ലക്ഷ്യമാക്കിയും ഇന്ന് ഇറാൻ തുടർച്ചയായി ഡ്രോണുകളും മിസൈലുകളും അയച്ചു. നിരവധി ഡ്രോണുകൾ തകർത്തു എന്നാണ് സൗദി അറേബ്യ അറിയിച്ചിരിക്കുന്നത്. അതേസമയം 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും എന്നൊരു പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനിൽ ഒരു ഭരണമാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു കരാറിന്റെ ആവശ്യമില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഇറാൻ ഒരു സമാധാന കരാറിന് വേണ്ടി യാചിക്കുന്നു എന്ന് ട്രംപ് ഇന്ന് ആവർത്തിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഇറാൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് തുടർച്ചയായ ആക്രമണം ഉണ്ടായില്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ പ്രതിബദ്ധരാണ്, ഞങ്ങൾക്കതിന് കഴിയും എന്ന തരത്തിലുള്ളൊരു പ്രഖ്യാപനം, അത്തരത്തിലൊരു പ്രസ്താവന ഇറാൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നു. യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റുമായി നടത്തിയ ടെലഫോൺ ചർച്ചയിലാണ് ഇറാൻ പ്രസിഡന്റ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ അതിന് പിന്നാലെ ഇറാൻ പ്രതിരോധ മന്ത്രിയുടെ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ ചർച്ചയിൽ ഒരു അടിസ്ഥാനവുമില്ല, അല്ലെങ്കിൽ ചർച്ച കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടാകുമെന്ന് കരുതുന്നില്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ബഹ്റൈനിലും സൗദിയിലും അടക്കം ആക്രമണം ഉണ്ടാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആശ്വാസകരം.